ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. അത്രയ്ക്കും നല്ല പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്നും വേണ്ട, വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പോരാത്തതിന് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു റെസിപ്പിയാണ്. കണ്ടു നോക്കാം. പാനിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ആ തക്കാളി നല്ലവണ്ണം ഒന്ന് തിളക്കണം. തക്കാളി നല്ലവണ്ണം തിളച്ചിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് എടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയെ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഉടച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് വേറെ കിട്ടും. അതെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ തക്കാളിയൊക്കെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ്. അത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ആദ്യം സ്പൂണ് കൊണ്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലൊരു ഡോ ആക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യം ചെറിയ സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളകും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലോ ഏത് ഇല വേണമെങ്കിലും എടുക്കാം. അത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ. ഇനി നമുക്ക് ഇതിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ട ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള മുട്ട ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ആവാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു മുട്ടയും 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പോരെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഇതിനൊന്ന് മാറ്റി. ഇനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, നമുക്കതിനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീളത്തിലാക്കിയതിന് ശേഷം എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര എടുക്കാം. ഇപ്പം ഞാനിവിടെ 3 എണ്ണമാണ് ചെയ്യുന്നുള്ളത്. 3ഉം ഒരുപോലെ ആക്കിയെടുക്കണം. ഈക്വലാക്കിയിട്ട് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നിനെ എടുത്തിട്ട് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. ആദ്യം കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ചിട്ട് ഓയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിന് മുകളിലോട്ട് അല്പം ഗോതമ്പിൻ്റെ പൊടി തന്നെ ഇങ്ങനൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാം വളരെ കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഈ അറ്റത്തു നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ഇവിടെ ഒരു ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ കുറച്ച് പൊടി ഇങ്ങനെ സ്പ്രിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ അറ്റവും കൂടി അങ്ങനെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അല്പം ഓയിൽ വീണ്ടും തടവിയതിന് ശേഷം കുറച്ച് പൊടി മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യണേന്ന്. അങ്ങനെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിപ്പോൾ ഇത് ബോക്സ് പോലെ ഇങ്ങനെ മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി പരത്തിയെടുത്താൽ മതി. പിന്നെ അപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഞാനിവിടെ പറയാം. സൈനബ സലാം കാസർഗോഡ്, പിന്നെ മുരളി, മോൾഗീസ്, ഇവരൊന്നും സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റൈഹാനത്ത്, ബുഷറ സിദ്ദീഖ് എന്നിവരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേര് പറയണമെങ്കിൽ താഴെ എൻ്റെ ഈ ബോക്സിൽ കോമൻറ്റ് ഇടാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാം. സ്ക്വയറിലാണ് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കമൻറ്റും കൂടി ഉണ്ടായിരുന്നു, മറന്നുപോയി തന്നെ, ശ്രീക, ഒത്തിരി താങ്ക്സ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി ഇതിന് ഒരു കാര്യം കൂടി ചെയ്യണം. നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടക്കുട്ടുണ്ടല്ലോ, അതെടുക്കാം. അതിലോട്ട് നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കണം.
അപ്പോഴത്തേക്കും പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ഒരു ടീസ്പൂൺ മാത്രം 1-2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലവണ്ണം ചൂടാവണം. നമുക്ക് ഇതിന് മുകളിലോട്ടും ഇപ്പുറം മുറിച്ചിട്ടിട്ട് ഈ മുട്ട ബാറ്ററിലോട്ട് ഒന്ന് മുക്കിയെടുക്കണം. ഇതുണ്ടാക്കുന്നത് അയൻ്റെ ദോശച്ചട്ടിയിലാണ്. അതിലോട്ട് ഒരു സ്പൂണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടണം. ചൂടായി കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും മുക്കിയെടുത്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിന് തിരിച്ച് മറിച്ചിട്ടിട്ട് വരുമ്പോൾ ഇത് നല്ലവണ്ണം പൊങ്ങി വരും. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഇതിലൊന്ന് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്ത് ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റിയാണ്, നല്ല സോഫ്റ്റ്, ഉള്ളിൽ നല്ല ലെയറായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതിൽ ഇൻഷാ അല്ലാഹ്. ടാറ്റാ.